അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇതിൽ കുറേയേറെ ശക്തമായൊരു രാഷ്ട്രീയ നിരീക്ഷണം അനിവാര്യമാകുന്നത് ഇങ്ങനെയാണ്. കാരണം ഒരു തലതിരിഞ്ഞ ആസിം മുനീർ എന്ന് പറയുന്ന ഒരു തലതിരിഞ്ഞ കരസേനാ മേധാവിയുടെ കേവലമായ ചില നീക്കങ്ങൾ കൊണ്ട് മാത്രമായി ഒരു യുദ്ധം ഉണ്ടാകുന്നു, നിരപരാധികളുടെ ചോര വീഴ്ത്തുന്നു. പക്ഷേ ഒരു ഭീകരത അതിർത്തി കടന്നെത്തുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ടത് ഒരു രാജ്യത്തിൻ്റെ അനിവാര്യതയായിരുന്നു. ആ അനിവാര്യതയാണ് അവിടെ പ്രതിരോധമായി ഇന്ത്യ തീർത്തത്. ഇതുവരെ ആ അർത്ഥത്തിൽ നീങ്ങി. ഇനിയുള്ള കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ വലിയ ജാഗ്രത വേണം. കാരണം യുദ്ധം എന്നൊക്കെ നാം പറയുമ്പോൾ ഭീകരതയാണ് നാം ആക്രമിക്കുന്നത്. നാം ആക്രമിച്ചത് അത്രയും സാധാരണക്കാരെ, അവരുടെ സൈന്യത്തെ പോലുമല്ല, ഭീകരരുടെ 9 കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത്. അങ്ങനെയാണ് എങ്കിൽ ആ ഭീകരതയ്ക്കെതിരെ മാത്രമാണ് നാം ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അത് കൈവിട്ടു പോകാതിരിക്കേണ്ടതുണ്ട്. കാരണം ഒരു യുദ്ധം എന്നത് വലിയ അർത്ഥത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, പുരോഗതിയെ പിന്നോട്ടടിക്കുന്ന ഒന്നാണ്. അപ്പോൾ യുദ്ധം ഉണ്ടാകാതിരിക്കുകയും എന്നാൽ ഭീകരതയ്ക്കെതിരായി കൃത്യമായ ആക്രമണം ഉണ്ടാവുകയും ചെയ്യേണ്ടതാകണം ഒരു സ്ട്രാറ്റജി, അല്ലേ? നോക്കൂ, ഞാൻ പറയുന്ന എക്കോ കേൾക്കുന്നു, അത് കറക്റ്റ് ചെയ്യാൻ പറയണം. ഓക്കെ. ഞാൻ പക്ഷേ അങ്ങ് പറഞ്ഞേക്കാം. ജനറൽ മുനീർ അദ്ദേഹത്തിൻ്റെ മേളിലാണ് നമ്മളെല്ലാ ബേർഡനും കൊണ്ടുവെക്കുന്നത്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി തോന്നുന്നത് ജനറൽ മുനീറിനെ മാത്രമായി നമുക്ക് അങ്ങനെ ഫോക്കസ് ചെയ്യുന്നതിൽ ഒരു വലിയ തെറ്റുണ്ട് എന്നാണ്. കാരണം നോക്കൂ, മുനീറിൻ്റെ കാലത്തല്ലല്ലോ ഈ പറയുന്ന ഇതിനു മുമ്പുള്ള അറ്റാക്കുകൾ നടന്നിട്ടുള്ളത്. പാകിസ്ഥാൻ സോയിലിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന ആക്രമണം ഇത് ആദ്യത്തേതല്ല. സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം എത്രയോ വർഷങ്ങളായി ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും 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 ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2019 ആക്രമിച്ചു, 2016 ആക്രമിച്ചു, ഈ പറയുന്നില്ല ബോംബെ ആക്രമണം നടക്കുന്നു. ഇവിടെ ഒന്നും ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചല്ല നമ്മൾ വിമർശനങ്ങൾ ഉന്നയിച്ചത്. ഇവിടെയും അങ്ങനെ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. മറ്റേത് ജനറൽ ആ ആർമി ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഞാൻ അതിനെ ആർമി ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹൂവർ ഓക്യുപ്പൈസ് ദ ഓഫീസ്, അവരെടുക്കുന്നൊരു നയം ആൻറ്റി ഇന്ത്യ പോളിസി എന്നുള്ളതാണ്. നോക്കൂ, എപ്പോഴൊക്കെ അവിടുത്തെ ആർമി വീക്കാകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ഒരു ഡെഫിനറ്റ്ലി പാകിസ്ഥാൻ ഈസ് എ ഫെയിൽഡ് സ്റ്റേറ്റ്, അങ്ങനെ അവരുടെ ഫെയിലിയറിൻ്റെ ആഘാതം കൂടുമ്പം അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം, ഏറ്റവും അവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒരു ആൻറ്റി ഇന്ത്യൻ വികാരം അഴിച്ചുവിടുക എന്നുള്ളതാണ്. ഈ ആൻറ്റി ഇന്ത്യൻ വികാരത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് അങ്ങ് ഒന്നിക്കും. കാര്യം അവരുടെ നാഷണലിസം വരും. ഇങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ് ഈ പറയുന്ന പെഹൽഗാമിൽ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ടെററിസ്റ്റ് ക്യാമ്പുകൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ആ ടെററിസ്റ്റ് ക്യാമ്പ് ഉണ്ട് എന്നുള്ളതിന് വളരെ സിമ്പിളാണ്. നോക്കൂ, ഒസാമ ബിൻ ലാദനെ അന്വേഷിച്ച് ലോകം മൊത്തം നടന്ന അമേരിക്കയ്ക്ക് അവസാനം അവരുടെ ഏറ്റവും നല്ല അലായായിരുന്ന പാകിസ്ഥാനിൽ അബോട്ടാബാദിൽ നിന്നാണ് ഒസാമ ബിൻ ലാദനെ കിട്ടുന്നത്. അബോട്ടാബാദ് പോലെ ഒരു സേഫ് ഹെവൻ ഒരു കാരണവശാലും ഒസാമ ബിൻ ലാദന് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ പാകിസ്ഥാൻ്റെ ജോഗ്രഫിക്കൽ ടെറിട്ടറിയെ, അല്ലെങ്കിൽ അവരുടെ സേഫ് സോണുകളെ എങ്ങനെ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. അത് നമുക്കതിന് പ്രീസിഡൻസ് ഉണ്ട്, പല പ്രീസിഡൻസും നമുക്ക് പറയാനുണ്ട് എങ്ങനെയാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്, ഒസാമ ബിൻ ലാദൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ. അപ്പം ഈ പറയുന്ന ആർമി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി നമുക്കെതിരെ നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. ഇതിനകത്ത് നമ്മൾ റിറ്റാലിയേറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സർക്കാർ എടുത്ത, അല്ലെങ്കിൽ ഇന്ത്യ എന്ന ദേശരാഷ്ട്രവും ആർമിയും എടുത്ത ഏറ്റവും വലിയൊരു കാര്യം, നമ്മളതിനെ സാധാരണഗതിയിൽ അത് വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആ സാധാരണഗതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ബോംബെ ആക്രമണത്തിൽ വന്ന റിറ്റാലിയേഷൻ്റെ സ്കെയിലല്ല നമ്മളിപ്പോൾ റിറ്റാലിയേറ്റ് ചെയ്യുന്നത്. കാര്യം അത് നമ്മൾ വളരെ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ റിറ്റാലിയേഷൻ പ്രോപ്പർ ആയില്ല എങ്കിൽ, റിറ്റാലിയേഷൻ ഇങ്ങനെ നമ്മൾ സഹിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനകത്തൊരു പ്രശ്നമുണ്ട്. നോക്കൂ, നമ്മൾ ഔട്ടർ വേൾഡിനോട്, ഇൻ്റർനാഷണൽ വേൾഡിനോട് നമ്മൾ പറയുകയാണ് വി ആർ സഫറിങ് ഫ്രം ദിസ് ടെററിസ്റ്റ് അറ്റാക്സ്. പക്ഷെ ആരും ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യ യഥാർത്ഥത്തിൽ ഈ ലോകത്തോട് പറയുകയും ആ ലോകം അത് കേൾക്കാതെ വരികയും ചെയ്യുമ്പോൾ ഇന്ത്യക്കുള്ള സൊല്യൂഷൻ ഇന്ത്യയുടേതായിട്ട് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ഒരു ഡിറ്ററൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ സോയിലിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഈ പറയുന്ന കൊണ്ടുവരുന്ന ഈ ക്രോസ് ബോർഡർ ടെററിസം ഉണ്ടല്ലോ, ആ ക്രോസ് ബോർഡർ ടെററിസത്തെ ഇന്ത്യ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്, ഇന്ത്യ എന്ന ദേശരാഷ്ട്രം ഇനിമേൽ എങ്ങനെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമായി ഇത് മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ പറയുന്ന രീതിയിൽ അനങ്ങാതിരിക്കാൻ പോകുന്നില്ല.
നമ്മൾ അടിക്കാനാണെങ്കിൽ അടിക്കും. ഈ കാര്യത്തിൽ നിങ്ങൾ വർഗീയത പറയുകയും അല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു പറയുകയും ഒന്നും ചെയ്തിട്ട് ഒരു കാര്യവും ഇവിടെ ഇല്ല. ഇവിടെ ഈ കാര്യത്തിൽ ഇന്ത്യൻ ജനത ഒന്നിച്ചാണ്. നമ്മൾക്ക് ഉള്ളിൽ പല പ്രശ്നങ്ങളും നമ്മൾ പറയും, തർക്കിക്കും, രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ പറയും. പക്ഷേ ഈ വിദേശ രാഷ്ട്രം എന്ന വികാരത്തിലേക്ക് വരുമ്പം, ദേശത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കും എന്നുള്ളതിൻ്റെ ഇപ്പം തന്നെ പാകിസ്ഥാൻ അത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പാകിസ്ഥാനിനുള്ളിൽ നോക്കൂ, ഇവിടെ വിദഗ്ധരെല്ലാവരും പറഞ്ഞ എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ദേ ഹാവ് ഇൻഡിജീനിയസ് പ്രോബ്ലംസ്. അത് അഡ്രസ്സ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം അതൊരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. നോക്കൂ, ഒരു കമ്മ്യൂണൽ വയലൻസിൻ്റെയോ കമ്മ്യൂണൽ ഇക്വേഷൻ്റെയോ ഭാഗമായി ഉണ്ടായി വന്ന ഒരു രാജ്യമാണ്. അത് നാച്ചുറലി ഒരു ഓർഗാനിക്കായിട്ട് ഇവോൾവ് ചെയ്തൊരു രാജ്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ വർഗീയ വികാരം ഇങ്ങനെ കത്തിച്ച് നിർത്തിയാണ് അവർ ഈ പരുവത്തിലെത്തിയത്. എൻ്റെ ജോസഫ് സാർ പറഞ്ഞല്ലോ, സിയാഉള്ളക്കിൻ്റെ കാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. സിയാഉള്ളക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാമൈസേഷൻ ഓഫ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നടന്നു. സിയാഉള്ളക്കിൻ്റെ റെജീമിലാണ് ഇത് ഏറ്റവും കൂടുതൽ മോശമായി വന്നത്. അത് കഴിഞ്ഞ് പൂർണ്ണമായി അവർക്ക് ഗതി പിടിക്കാനേ പറ്റിയിട്ടില്ലെന്നുള്ളതാണ്. ഒരിക്കൽ പോലും ഒരു രാജ്യവുമായിട്ടും നോക്കൂ, ലോകത്തിലെ ഏറ്റവും മോശമായ സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യത്തിനെക്കാട്ടിലും മോശമായി പാകിസ്ഥാൻ നിൽക്കുന്നു. പാകിസ്ഥാനെ ത്രെട്ടൺ സിറ്റുവേഷൻ കാണുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവത്തിൽ നിന്ന് പറയാം. ഞാൻ 2 വർഷം ഇംഗ്ലണ്ടിൽ പഠിച്ചതാണ്. അവിടെ ഒരു ദിവസം വഴി കൂടെ നടക്കുമ്പോൾ ഒരു ബ്രിട്ടീഷുകാരൻ എന്നോട് ചോദിച്ചതാണ്, വേർ ആർ യു കമ്മിങ് ഫ്രം എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞു, ഐ എം ഫ്രം ഇന്ത്യ. ഉടനെ ഇമ്മീഡിയറ്റ്ലി അദ്ദേഹം ചോദിക്കുന്നത്, ആർ യു ഫ്രം ഇന്ത്യ ഓർ ഫ്രം പാകിസ്ഥാൻ? കാര്യം അപ്പോഴത്തേനും വേൾഡ് ട്രേഡ് സെൻറ്റർ തകരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുള്ള കാലമാണ്. പറഞ്ഞല്ലേ, ആർ യു ഫ്രം ഇന്ത്യ ഓർ ഫ്രം പാകിസ്ഥാൻ? ആ നേഷൻ സ്റ്റേറ്റിനെ കുറിച്ചുള്ള വെളിയിലുള്ള രാജ്യക്കാർക്കുള്ള ഒരു ഇംപ്രഷനാണ്. ഞാൻ പറഞ്ഞു, നോ, ഡെഫിനറ്റ്ലി ഐ എം ഫ്രം ഇന്ത്യ എന്നാണ് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ലോക സമൂഹത്തെ ഉണ്ടാക്കിയെടുത്തത് ആര്? പാകിസ്ഥാൻ്റെ കൂട്ടത്തിൽ ആരും നിൽക്കുന്നില്ല. ഫ്രാൻസ് നിന്നോ, ഇംഗ്ലണ്ട് നിന്നോ, അമേരിക്ക നിൽക്കുന്നുണ്ടോ? ഈ പറയുന്ന ഏറ്റവും വ്യക്തമായി നിൽക്കുമെന്ന് ഇന്ത്യ എന്ന ദേശരാഷ്ട്രം പോലും പ്രതീക്ഷിച്ച ചൈന പോലും നിൽക്കുന്നില്ല, അല്ലേ? അത് നിൽക്കാത്തതിന് കാരണം അവർ ഉണ്ടാക്കി വെച്ച ഒരു ഇംപ്രഷനാണ്. ആ ഇംപ്രഷൻ ലോകമെമ്പാടുണ്ട്. ഞാനത് ജീവിതാനുഭവത്തിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്. അത് കൂട്ടിച്ചേർത്തൊരു കാര്യം കൂടെ പറയാം. പാകിസ്ഥാനി ആൾക്കാരുമായിട്ടും, അതാ പറഞ്ഞ ഈ ജീവിതത്തിനകത്ത് പാകിസ്ഥാനി ആൾക്കാരുമായിട്ടും അടുത്തിടപെട്ടിട്ടുണ്ട്. നല്ല മനുഷ്യരാണ്. അവർക്ക് ഈ പറയുന്ന ഈ സ്റ്റേറ്റിൻ്റെ ഈ സ്പോൺസേഡ് ടെററിസവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്ത പാവങ്ങളായ മനുഷ്യരാണ് അവർ. അങ്ങനെയുള്ളവരുമുണ്ട്. ഇതാണ് നമ്മളത് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ നമുക്ക് പറ്റണം. നമ്മുടെ ജനതയോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഈ പറയുന്ന അമിത്ഷായോ ഇവരൊക്കെ പാകിസ്ഥാന്റെ ഹലോ അല്ല, അവര് ഇന്ത്യക്കാർ തന്നെ ആയിരുന്നല്ലോ. ഈ രാഷ്ട്രീയ പരാജയങ്ങൾ കൊണ്ട് മുറിഞ്ഞു പോവുകയും അപ്പുറത്താവുകയും അതിനെ ചിലർ ഫോക്കസ് ചെയ്യുകയും ഹൈജാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ടാണല്ലോ അങ്ങനെ. അല്ല, അത് നോക്കൂ, ഇന്ത്യക്കാരായിരുന്നു എന്ന് പറയുന്ന ആ ഹെറിറ്റേജുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. കാര്യം ഇപ്പോഴെന്ത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ അജിംഷാദ് എന്ന മനുഷ്യൻ 30 വയസ്സ് വരെ ഏറ്റവും നല്ല രീതിയിലാണ് ജീവിച്ചിട്ടുള്ളത്. 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മോശമായിട്ട് ജീവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് 60ാമത്തെ വയസ്സിൽ വിലയിരുത്തുന്ന ഒരു മനുഷ്യൻ എന്താണെന്ന്, നിങ്ങളെ നല്ല മനുഷ്യൻ എന്ന് വിലയിരുത്തണോ ചീത്ത മനുഷ്യൻ എന്ന് വിലയിരുത്തണോ? ഈ ഒരു വലിയ ചോദ്യമാണ്. അതാ പറഞ്ഞത്, നല്ലതായി വന്നതാണെങ്കിൽ ഒന്നാമത്തെ കാര്യം അവർക്ക് കുഴപ്പം തന്നെയായിരുന്നു. അത് ഭരണകൂടം എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് എനിക്കൊന്ന് ഇച്ചിരി ക്ലിയർ ആയിട്ട് പറയാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. ആ ഫെയിൽഡ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റീസർജൻസ് ഇല്ലാത്ത, എല്ലാ രാഷ്ട്രങ്ങളും ബുദ്ധിമുട്ടുള്ള കാലത്തിൽ കൂടെ കടന്നുപോകും. ഇന്ത്യ ബുദ്ധിമുട്ടുള്ള കാലത്തിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്, അല്ലേ? ഈ പറയുന്ന ഓരോ രാജ്യങ്ങളും ചിലപ്പം സാമ്പത്തികമായി, സാമൂഹ്യമായി, രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ കടന്നു പോകും. പക്ഷേ ആ രാഷ്ട്രത്തിൻ്റെ മൂല്യം, അതിൻ്റെ കൾച്ചറൽ സോഫ്റ്റ് പവർ ആ രാജ്യത്തെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം ഒരു ശക്തിയാണ്. നമ്മുടെ കമ്മ്യൂണൽ ഇക്വേഷൻ നമുക്ക് ശക്തിയാണ്. ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് ശക്തിയാണ്. ഇതെല്ലാം യൂറോപ്യൻ യൂണിയനിൽ നമ്മൾ കാണുന്നതാണ്. യൂറോപ്പിൽ വേൾഡ് വാറിന് ശേഷം കാണുന്ന യൂറോപ്പിനെ നമ്മൾ കാണുന്നതാണ്. പക്ഷേ അങ്ങനൊരു നല്ല കാലം പാകിസ്ഥാൻ ഉണ്ടോ എന്നുള്ളൊരു കാര്യം എനിക്ക് സംശയമാണ്. കാര്യം അവർ ടെററിസ്റ്റ് സ്പോൺസേർഡ് ആയിട്ടുള്ള ടെററിസം മാനുഫാക്ചർ ചെയ്യുന്ന, ഇന്റർനാഷണൽ വേൾഡിന് അല്ലെങ്കിൽ ഗ്ലോബൽ വേൾഡിന് സ്പോൺസർ ചെയ്ത് മൊത്തത്തിൽ അയച്ചു കൊടുക്കുന്ന ആൾക്കാരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരെ കുറിച്ചുള്ള കരുതലും കൂടെ ഞാൻ പറയാം. ജനങ്ങൾ കരുതുന്ന അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രങ്ങൾ കരുതുന്ന ഒരു കാര്യം പറയാം. അമേരിക്കയ്ക്ക് ഇവരോട് ഇഷ്ടമായിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.
അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഫ്ഗാനിൽ അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ അഫ്ഗാൻ ലാൻഡ് ലോക്ക്ഡ് ആയതുകൊണ്ട് പാകിസ്ഥാനിൽ കൂടെ അവർ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പഴയ ഓൾഡ് സിൽക്ക് റൂട്ട് വഴി അല്ലെങ്കിൽ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെ നോർത്തേൺ റീജിയനിൽ കൂടെ അവർ സെൻട്രൽ ഏഷ്യയിലേക്ക് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയുന്ന സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റ് മാത്രം കൊണ്ട് നമുക്ക് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർ മാത്രമേ അവരുടെ കൂടെ നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അവർക്കും എതിരാണ് എല്ലാവരും നിൽക്കുന്നത്. ജനങ്ങൾ ഈ പറയുന്ന ലോകരാഷ്ട്രങ്ങൾ മൊത്തം അവർക്കെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടാണ് കടന്നു പോകുന്നത്. അത് ഇന്ത്യയുടെ റെസ്പോൺസിൻ്റെ ഒരു ഗുണം, ഞാൻ പറഞ്ഞ ഈ പറയുന്ന ഒരു ബിഫിറ്റിംഗ് റെസ്പോൺസിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അടുത്ത പ്രാവശ്യം ഇവരിത് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് മെഷീനറി ഉപയോഗിച്ച് അല്ലെങ്കിൽ മിലിറ്ററി മെഷീനറി ഉപയോഗിച്ച് ടെററിസ്റ്റ് ക്യാമ്പുകളിൽ വഴി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യാൻ അനുവാദം കൊടുക്കുമ്പം സംഭവിക്കുന്നത്, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ റിപ്രക്കഷൻസ് ഓഫ് ദിസ്, വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ സ്കെയിൽ ഓഫ് റിറ്റാലിയേഷൻ ഓഫ് ഇന്ത്യ അഗൈൻസ്റ്റ് ദീസ് ആക്ടിവിറ്റീസ് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരം ഇപ്പം തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടോട്ടൽ വാർ പെർഹാപ്സ്. അങ്ങനൊരു കാര്യം ഉള്ളതുകൊണ്ട് അവർ കോഷ്യസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ വാർ എന്നതിനെ വിളിക്കാൻ പറ്റില്ല, സ്ട്രൈക്ക്, നമ്മൾ ടാർഗറ്റഡ് സ്ട്രൈക്ക്, ആ സ്ട്രൈക്ക് അവർക്ക് നല്ല രീതിയിൽ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വ്യക്തിപരമായ വിലയിരുത്തൽ.